നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിലിറ്ററി നേഴ്സിംഗിന് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2024 നീറ്റ് UG എക്സാം എഴുതി ക്വാളിഫൈഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ 4 വിഷയങ്ങൾ 50% മാർക്കോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിരിക്കണം. അൺമാരിഡ്, ഡിവോഴ്സ്ഡ്, ലീഗലി സെപ്പറേറ്റഡ്, വിഡോ ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 1999 ഒക്ടോബർ 1 2007 സെപ്റ്റംബർ 30 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. നീറ്റ് എക്സാമിന്റെ സ്കോർ, അതിനുശേഷം നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എന്നിവയുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് സെലക്ഷൻ. മെഡിക്കൽ ചെക്കപ്പിൽ പ്രോസ്പെക്ടസിൽ പറയുന്ന ഹൈറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. മെഡിക്കൽ ചെക്കപ്പിൽ നിന്നും നിങ്ങളുടെ ഹൈറ്റ് കുറവാണെങ്കിൽ സെലക്ഷൻ ലഭിക്കുകയില്ല. മിനിമം 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹിൽ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഉള്ളവർക്ക് 147 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായാൽ മതി. ഡൽഹിയിൽ വെച്ച് മാത്രമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷമുള്ള ഇന്റർവ്യൂ, മെഡിക്കൽ എന്നിവയെല്ലാം ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് ഇതെല്ലാം ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യണം. അതുപോലെ ഡൽഹിയിൽ വെച്ച് മാത്രമാണ് എല്ലാ പ്രൊസീജിയറുകളും നടക്കുന്നത് എന്നും മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. നീറ്റ് എക്സാമിന്റെ സ്കോർ ആഡ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ നൽകിയതിന് ശേഷം അതിൽ ഉയർന്ന മാർക്കുള്ളവരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഉള്ളവരെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷമാണ് ഇന്റർവ്യൂവിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും. മെഡിക്കൽ ചെക്കപ്പിലും ഫിറ്റ് ആയാൽ നീറ്റ് സ്കോർ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോർ, ഇന്റർവ്യൂവിന്റെ സ്കോർ ഇവയുടെയെല്ലാം ടോട്ടൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. PAT അഥവാ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് മൈൻഡ് സെറ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇതിൽ 30 മിനിറ്റുള്ള 40 ചോദ്യങ്ങളാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തരും. അതിന്റെ ഉത്തരമായി 5 ഓപ്ഷനുകളും ഉണ്ടാകും. എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ എന്നിങ്ങനെ 5 ഓപ്ഷനുകളാണ് ഉത്തരമായിട്ട് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരമാണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഇത്. ഇതിന്റെ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യില്ല. മെന്റലി ഫിറ്റ് ആണോ എന്ന് അറിയുന്നതിനും വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഇത്. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇന്റർവ്യൂവിന് നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇന്ത്യൻ ആർമിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സ്ഥലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, യുവർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അവയർനെസ് ഓഫ് നേഴ്സിംഗ് സർവീസസ്, ജനറൽ അവയർനെസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. ഇന്റർവ്യൂവിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ വെച്ച് തന്നെ മിലിറ്ററി ഹോസ്പിറ്റലിൽ മിലിറ്ററി ഡോക്ടേഴ്സ് ആണ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത്. മെഡിക്കൽ ചെക്കപ്പിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഓവറോൾ ഹെൽത്ത് ചെക്കപ്പ്, വിഷൻ, ഹിയറിംഗ്, ഫിസിക്കൽ ടെസ്റ്റ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. മിനിമം 152 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. ഹിൽ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ളവർക്ക് 147 സെന്റിമീറ്റർ ഉയരം ഉണ്ടായാൽ മതി. മിനിമം 48 kg വെയിറ്റ് ഉണ്ടായിരിക്കണം. ഹൈറ്റ് വെയിറ്റ് ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ, പെൽവിക് ആൻഡ് അബ്ഡോമിനൽ USG എന്നിവ ഉണ്ടായിരിക്കും. ഡെന്റൽ ചെക്കപ്പിൽ 14 ഡെന്റൽ പോയിന്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. മിസ്സിംഗ് ആവുകയോ പൊട്ടിയതോ ആയിരിക്കരുത്. ഹിയറിംഗ് ചെക്കപ്പിൽ നോർമൽ ഹിയറിംഗ് ലെവൽ ആയിരിക്കണം. ക്ലീൻ ആയിരിക്കണം. വാക്സ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഐസൈറ്റ് വിത്തൗട്ട് സ്പെക്സ് 6/6ഉം വിത്ത് സ്പെക്സ് 6/12ഉം ആയിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ ബ്ലൈൻഡ്നസ് എന്നിവ ഉണ്ടായിരിക്കാൻ പാടില്ല. ചെസ്റ്റ് നോർമൽ ടൈമിൽ 77 സെന്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെന്റിമീറ്ററും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് മൈനർ സർജറി കൊണ്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ജോയിന്റ് നീ, കളർ ബ്ലൈൻഡ്നസ്, നൈറ്റ് ബ്ലൈൻഡ്നസ്, മുൻപ് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിലും റിജക്റ്റ് ആകും. ചെസ്റ്റ് മെഷർമെന്റ്, ഇന്റേണൽ ചെക്കപ്പ്, ഹൈറ്റ് മെഷർമെന്റ്, വെയിറ്റ് മെഷർമെന്റ്, ഐസൈറ്റ് ചെക്കപ്പ്, ബോഡി പോസ്ചർ, ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഫ്ലാറ്റ് ഫുഡ്, സ്വെറ്റി പാംസ്, നോക്ക് നീംസ് എന്നിവയും അലൗഡ് അല്ല. പൾസ് റേറ്റ്, ഹാർട്ട് ബീറ്റ് എന്നിവയും ചെക്ക് ചെയ്യും. ഫംഗൽ ഇൻഫെക്ഷൻ, സ്കിൻ ഡിസീസ് എന്നിവയും ഉണ്ടാകാൻ പാടില്ല. ചെറിയ ഡിസോർഡറുകൾ എല്ലാം ശരിയായ രീതിയിലുള്ള എക്സസൈസിലൂടെ കറക്റ്റ് ചെയ്യാം.
ബ്ലഡിന്റെ അളവ് കുറവുള്ളവർ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തി ബ്ലഡിന്റെ അളവ് കൂട്ടാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എന്നിവയെല്ലാം 2-3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. അതിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് മെഡിക്കലും ഉണ്ടാകും. അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ചെവിയിൽ വാക്സ് ക്ലീൻ ചെയ്യുകയും പല്ലുകൾ ക്ലീൻ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എന്നിവയും നടത്തണം. HB കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ആഹാരം കഴിച്ച് അത് കറക്റ്റ് ചെയ്യണം. അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുവാൻ പാടില്ല. ഇങ്ങനെ ടോട്ടലായിട്ടുള്ള ചെക്കപ്പിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് മെഡിക്കലി ഫിറ്റ് ആകുന്നത്. മെഡിക്കലി ഫിറ്റ് ആകുന്നവരുടെ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് സ്കോർ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെയെല്ലാം ടോട്ടൽ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി സെലക്ഷൻ നൽകുന്നത്. ചെറിയ ചെറിയ കുറവുകളൊക്കെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസിലൂടെയും ആഹാരക്രമത്തിലൂടെയും കറക്റ്റ് ചെയ്തതിന് ശേഷം MNSന്റെ CBT എക്സാമിലും തുടർന്ന് നടക്കുന്ന ഇന്റർവ്യൂ, മെഡിക്കൽ എന്നിവയിലും പങ്കെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.